ആദ്യം പഠിക്കുന്നത് ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് അല്ലെങ്കിൽ ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് എന്നും പറയും, സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്. അപ്പോൾ അങ്ങനെ പല പേരിലാണ് ഈ ഒരു മെത്തേഡ് പറയുന്നത്. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് അല്ലെങ്കിൽ ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് എന്നുള്ളതാണ് കോമൺ ആയിട്ടുള്ള പേര്. അപ്പോൾ ഈ മെത്തേഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ വർഷവും ഡിപ്രീസിയേഷൻ എമൗണ്ട് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഡിപ്രീസിയേഷൻ ഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും. ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ് ത്രൂ ഔട്ട് ദ ഇയർ ആയിരിക്കും. ബിഗിനിങ് തൊട്ട് എൻഡ് വരെ സെയിം രീതിയിലായിരിക്കും നമ്മൾ ഡിപ്രീസിയേഷൻ എമൗണ്ട് പ്രൊവൈഡ് ചെയ്ത് പോകുന്നത്. ഇതിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ ഒറിജിനൽ കോസ്റ്റ് ഓഫ് ദ അസറ്റിൽ നിന്ന് എസ്റ്റിമേറ്റഡ് സ്ക്രാപ്പ് വാല്യൂ മൈനസ് ചെയ്യും. എസ്റ്റിമേറ്റഡ് സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത് ഇതിൻ്റെ യൂസ്ഫുൾ ലൈഫ് കഴിഞ്ഞിട്ട് ഇതൊരു സ്ക്രാപ്പായിട്ട് മാറുമ്പോൾ, ഇത് യൂസ്ലെസ് ആയിട്ട് മാറുമ്പോൾ, ഇതിനെ സെയിൽ ചെയ്യുമ്പോൾ, മാർക്കറ്റിൽ സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് അതിൻ്റെ എസ്റ്റിമേറ്റഡ് സ്ക്രാപ്പ് വാല്യൂ. അതിന് നമുക്ക് ഡിപ്രീസിയേഷൻ കാണണ്ട. അതുകൊണ്ട് തന്നെ കോസ്റ്റിൽ നിന്ന് ആ എമൗണ്ട് നമ്മൾ റെഡ്യൂസ് ചെയ്തിട്ട് എസ്റ്റിമേറ്റഡ് യൂസ്ഫുൾ ലൈഫ് വെച്ച് ഡിവൈഡ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ഡിപ്രീസിയേഷൻ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 20,000 വാല്യൂ ഉള്ള ഒരു അസറ്റ്, എസ്റ്റിമേറ്റഡ് സ്ക്രാപ്പ് വാല്യൂ 2,000 എന്ന് പറയുന്നുണ്ട്. അപ്പം എസ്റ്റിമേറ്റഡ് യൂസ്ഫുൾ ലൈഫ് 10 ഇയേഴ്സ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം എങ്ങനെയാണ്, കോസ്റ്റ് ഓഫ് ദി അസറ്റ് 20,000 മൈനസ് സ്ക്രാപ്പ് വാല്യൂ 2,000 എന്നിട്ട് ഡിവൈഡഡ് ബൈ അതിൻ്റെ എക്സ്പെക്റ്റഡ് ലൈഫ് ആയിട്ടുള്ള 10 ഇയേഴ്സ്. അപ്പോഴും നമുക്ക് ഡിപ്രീസിയേഷൻ അണ്ടർ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് കിട്ടും. അപ്പോൾ 1,800. അപ്പോൾ അതിൻ്റെ എത്രയാണോ 10 ഇയേഴ്സിൽ നമ്മൾ ഈ 1,200 വെച്ചിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ അതാണ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. X Limited purchased a machinery on 1st April 2011 for 40,000. It expected to have a working life of 7 years, by the end of which it would get a scrap value of 5,000. Prepare machinery account in the books of X Limited for the first 3 years by providing depreciation under fixed installment method. Accounts are closed on 31st March every year. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് 1st April 2011 ഒരു മെഷീനറി വാങ്ങിച്ചതായിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ വാങ്ങിച്ചത് നമ്മൾ എഴുതേണ്ടത്, നമ്മൾ ആദ്യം മെഷീനറി അക്കൗണ്ട് വരയ്ക്കുക, ഡെബിറ്റും ക്രെഡിറ്റും കറക്റ്റായിട്ട് കൊടുക്കുക, ഡേറ്റ് കോളം, പർട്ടിക്കുലേഴ്സ് കോളം, എമൗണ്ട് കോളം. അത് ഡെബിറ്റിലും വേണം ക്രെഡിറ്റിലും വേണം. അപ്പോൾ ഡേറ്റ് 1st April 2011 പർച്ചേസ് വന്നേക്കുന്നത്, ടു ബാങ്ക് 40,000. അതേപോലെ ബുക്ക് ക്ലോസ് ചെയ്യുന്ന 31st December ആണ്. ക്ലോസ് ചെയ്യുമ്പോൾ ഡിപ്രീസിയേഷൻ എമൗണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. നമ്മൾ പറഞ്ഞ ഫോർമുല യൂസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യുക. ഒറിജിനൽ കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ എസ്റ്റിമേറ്റഡ് യൂസ്ഫുൾ ലൈഫ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് 5,000. ആ എമൗണ്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കണം. ബൈ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ടായിരിക്കണം എമൗണ്ട് ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ 40,000 ഓപ്പണിംഗ് ബാലൻസിൽ നിന്ന് ആ 5,000 ലെസ് ചെയ്തിട്ട് ബാലൻസ് എത്ര വരുന്നു അതാണ് നമ്മുടെ ബാലൻസ് ക്യാരി ഡൗൺ 35,000. ഇനി ആ 35,000 എന്ത് ചെയ്യും, നമ്മൾ അടുത്ത വർഷത്തേക്ക് കൊണ്ടുപോകും. നമ്മളോട് 3 വർഷത്തെ മെഷീനറി അക്കൗണ്ട് വരയ്ക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അടുത്ത വർഷത്തേക്ക് കൊണ്ടുപോകും. 1st April 2012 ബാലൻസ് ബ്രോട്ട് ഡൗൺ 35,000. അപ്പോൾ ആ സെക്കൻഡ് ഇയറിൽ നമ്മൾ ഡിപ്രീസിയേഷൻ സെയിം എമൗണ്ട് തന്നെ ആയിരിക്കും 5,000. കാരണം ഇത് ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് ആയതുകൊണ്ട് തന്നെ സെക്കൻഡ് ഇയറിലും ഡിപ്രീസിയേഷൻ എമൗണ്ടിന് ഡിഫറൻസ് ഇല്ല. അപ്പോൾ ഓപ്പണിംഗ് 1/4/2012 ബാലൻസ് ബ്രോട്ട് ഡൗൺ 35,000. ഡിപ്രീസിയേഷൻ കുറഞ്ഞിട്ടുള്ളത് ഫസ്റ്റ് ഇയറിൻ്റെ. ഇനി അടുത്തത് 31st March 2013 ആണ്. ഇത് 31/3/2013 ഇവിടെ വരണ്ടേ. അപ്പോൾ 31/3/2013 ബൈ ഡിപ്രീസിയേഷൻ 5,000 സെയിം എമൗണ്ട് ആണ്. അത് നമ്മൾ 35,000 നിന്ന് ആ 5,000 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ബാലൻസ് ക്യാരി ഡൗൺ സെയിം ഡേറ്റിൽ 31st March 2013 30,000 കിട്ടും. ആ ബാലൻസ് ക്യാരി ഡൗണിനെ വീണ്ടും നമ്മൾ അടുത്ത വർഷത്തേക്ക് കൊണ്ടുപോകണം. 3 ഇയേഴ്സിൻ്റെ ചെയ്യാൻ പറഞ്ഞുകൊണ്ട് കൊണ്ടുപോകുമ്പോൾ 30,000 ഉണ്ട് ഓപ്പണിങ്ങിൽ 1st April 2013. പിന്നെ ഡിപ്രീസിയേഷൻ വന്നിട്ട് ക്ലോസിംഗ് ഡേറ്റിൽ 31/3/2014 ആണ് കേട്ടോ. 31/3/2014 31/3/2014 ആണ്. അപ്പോൾ ആ ഡേറ്റിൽ 31/3/2013 ബൈ ഡിപ്രീസിയേഷൻ 5,000. അപ്പോൾ എന്നിട്ട് ഈ 30,000 നിന്ന് ആ 5,000 മാറ്റുമ്പോൾ വീണ്ടും നമ്മുടെ മെഷീനറിയുടെ വാല്യൂ കുറയാണ്. അപ്പോൾ ബാലൻസ് ക്യാരി ഡൗൺ തേർഡ് ഇയർ എൻഡ് ആയപ്പോഴത്തേക്കും 25,000 ആയി വാല്യൂ. നമ്മളോട് 3 ഇയേഴ്സിൻ്റെ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ 3 ഇയേഴ്സിൻ്റെ ബാലൻസ് നമ്മൾ എഴുതി, രണ്ട് സൈഡിലും
ആ ബാലൻസ് ബ്രോട്ട് ഡൗണിൻ്റെ എമൗണ്ട് ആണല്ലോ വലിയ എമൗണ്ട്. ആ എമൗണ്ട് രണ്ട് സൈഡിലും ടോട്ടലായിട്ട് എഴുതി കൊടുക്കണം. ഈ 3 വർഷവും നമ്മളിങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. വേറെ ഒരു കൺഫ്യൂഷനും അതിനകത്തില്ല. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് നമുക്ക് ഈസിയാണ്. എല്ലാ വർഷവും സെയിം എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ ആയിരിക്കും നമ്മൾ എഴുതുന്നത്. വീണ്ടും വീണ്ടും കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഒരു മെഷീനറിക്ക് ഒരൊറ്റ തവണ നമ്മൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. പിന്നെ അതിൻ്റെ വാല്യൂ നമ്മൾ കുറച്ച് കൊണ്ടുവന്നാൽ മാത്രം മതി. ഓക്കെ, ഡിപ്രീസിയേഷൻ എമൗണ്ട് എല്ലാ വർഷവും സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. ഒരു മെഷീനറി മാത്രമാണ് നമുക്കുള്ളതെങ്കിൽ. ഓക്കെ, അത്രയേ ഉള്ളൂ ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്.